ദിസ് ഇസ് വിശാഖ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗാണ്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗ് തന്നെ ഒരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു ക്യാമ്പിങ്ങിനാണ്. കാനഡയിൽ ഒണ്ടാരിയോ പ്രൊവിൻസിലുള്ള ക്യൂറ്റിക്കോ പ്രൊവിൻഷ്യൽ പാർക്കിലാണ് ഞങ്ങൾ ക്യാമ്പിംഗ് ചെയ്യണത്. ഞങ്ങൾ നിൽക്കുന്നത് തണ്ടർബേന്ന് ഒരു 1 hour എബോ ട്രാവലിംഗ് ഉണ്ടായിരുന്നു അവിടേക്ക്. പിന്നെ 2 നൈറ്റ്സും 1 ഡേയും ആണ് ഞങ്ങൾ ക്യാമ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ വിറ്റുവിൻ്റെ ഫസ്റ്റ് ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തുന്നവരെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബുക്കിംഗ് എല്ലാം ഞങ്ങൾ ഓൺലൈനായിട്ടായിരുന്നു ചെയ്തത്. നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവരൊരു സ്പോട്ട് തരും, ക്യാമ്പിംഗ് സ്പോട്ട്. പിന്നെ നൈറ്റ് സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെർമിറ്റ് എടുക്കണമായിരുന്നു അവിടുന്ന്. ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ക്യാമ്പിംഗ് സ്പോട്ട്. അടിപൊളി ലേക്ക് വ്യൂ ഒക്കെ ഉള്ള സ്പോട്ടായിരുന്നു അത്. അപ്പൊ ഞങ്ങൾക്ക് ലേക്ക് വ്യൂ കിട്ടുന്ന പോലെയാണ് ഞങ്ങൾ ടെന്റ് സെറ്റാക്കാന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളൊരു ടെന്റ് കെട്ടി. ഞങ്ങൾ അൺബൗണ്ടിന്റെ ടെന്റ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിലവര് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈസി ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളൊരു 5:30 ഒക്കെ ആയപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തണുപ്പൊക്കെ ഉള്ള ടൈം ആയിരുന്നു അത്. ചായ ഒക്കെ ഇട്ട് കുടിച്ച് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്ന വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം കൊണ്ട് ഞങ്ങൾ പറയുന്നതൊന്നും ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സൗണ്ട് എന്തോ ക്ലിയർ അല്ലായിരുന്നു. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഇത് എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വീഡിയോ ആയതുകൊണ്ടും ഞാൻ ഇതിവിടെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങൾ നിൽക്കുന്ന ക്യാമ്പ് സൈറ്റിന്റെ പുറകെ കാണുന്നതാണ് പിക്കറൽ ലേക്ക്. ക്യൂറ്റിക്കോ പാർക്കിന്റെ നോർത്തേൺ പാർട്ടിലാണ് പിക്കറൽ ലേക്ക് ഉള്ളത്. മോസ്റ്റ്ലി കെനോ ചെയ്യുമ്പോൾ പാഡ്ലേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പം ഞങ്ങളും കെനു ഒരു 1 ഡേക്ക് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. പിക്കറൽ ലേക്ക് തന്നെ കുറേ ചെറിയ ചെറിയ ഐലൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കെനു ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഐലൻഡിൽ ചെല്ലാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കെനു പാഡിലും ലൈഫ് ജാക്കറ്റും നമ്മൾ തന്നെ ചെന്ന് പിക്ക് ചെയ്യണമായിരുന്നു. പാഡൽ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് വേണം പാഡൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുള്ള സെക്കൻഡ് ടൈമത്തെ കെനോയിങ് ആണിത്. ഫ്രണ്ടിലിരിക്കണമെന്ന് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു, എനിക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും വേണ്ടി. പക്ഷെ ഇരിക്കുന്നതിൻ്റെ ആക്രാന്തത്തിലാണോ എന്നറിയില്ല, ഞാൻ ഇരുന്നതും വീണതും ഒന്നിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് നനഞ്ഞാണ് ഐലൻഡ് വരെ എത്തിയത്. നെക്സ്റ്റ് ഡേ 2 PM ഞങ്ങളുടെ ചെക്കൗട്ട് ടൈം. പക്ഷെ രാവിലെ തന്നെ നല്ലൊരു മഴ കിട്ടിയതുകൊണ്ട് തന്നെ രാവിലത്തെ പ്ലാനിങ് എല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറൊന്നും നടന്നില്ല അന്ന്. ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം.
എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.